നബിയെ, ഞങ്ങളുടെ ഇമാമ് എപ്പോൾ നിസ്കരിക്കുമ്പോഴും ഇഖ്ലാസാ ഓതുന്നേ. ഞങ്ങളുടെ അമീർ എപ്പോൾ നിസ്കരിക്കുമ്പോഴും ഏത് സൂറത്താ ഓതണേ? ഖുൽ ഹുവല്ലാഹു അഹദ്, ഈ സൂറത്ത് മാത്രമേ ഓതണല്ലോ. അതുകൊണ്ട് വലിയ സൂറത്തുകൾ ഓതുന്നില്ല എന്ന് നബിതങ്ങളുടെ മുമ്പിൽ വന്ന് പരാതി പറഞ്ഞപ്പോ ഈ സ്വഹാബിയോട് നബിതങ്ങൾ ചോദിച്ചു, നിനക്കെതിരെ ഒരു പരാതി വന്നിട്ടുണ്ട്, നീ എപ്പോഴും സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നു, എന്തേ കാരണം? അപ്പൊ ആ സ്വഹാബി പറഞ്ഞു, നബിയെ, എനിക്ക് ആ സൂറത്ത് വല്ലാത്ത ഇഷ്ടമാ, എനിക്ക് ആ സൂറത്ത് വല്ലാത്ത ഇഷ്ടമാ. അപ്പൊ നബിതങ്ങൾ ചോദിച്ചു, വേറെയും ഖുർആനിൽ സൂറത്തുണ്ടല്ലോ, 114 ഉണ്ടല്ലോ, ഈ ഒരു അധ്യായത്തിനോട് മാത്രം ഇത്ര സ്നേഹമെന്തേ? അപ്പൊ സഹാബി പറഞ്ഞു, അള്ളാഹയെ കുറിച്ച്, തൗഹീദിനെ കുറിച്ച് പറയുന്ന സൂറത്താ, അള്ളാഹയെ കുറിച്ച് പറയുന്ന സൂറത്താ ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ്, തൗഹീദിനെ കുറിച്ച് പറയുന്ന സൂറത്ത് എനിക്ക് വലിയ ഇഷ്ടമാണ് നബിയെ, അതുകൊണ്ടാണ് ഞാൻ ഓതുന്നത്. നബിതങ്ങൾ പറഞ്ഞു, പൊക്കോളെ. ആ സ്വഹാബി നടന്നു പോകുമ്പോ കൂടെ നിന്നവരോട് പറഞ്ഞു, ആ മനുഷ്യൻ സ്വർഗത്തിലാണെന്ന് നബിയിനാ റസൂലുള്ളാഹി. ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ്, ഈ സൂറത്ത് അറിയാത്ത ആരുമില്ലടോ, എല്ലാവർക്കും ഓതാൻ അറിയാം. മദ്രസയിൽ പോയിട്ടില്ലാത്ത മനുഷ്യനും ഈ സൂറത്ത് ഓതാൻ അറിയാം. ഇന്നു മുതൽ നമുക്ക് പാരായണം ചെയ്യണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇത് ചെയ്യുന്നവന് അള്ളാഹു 6 പ്രതിഫലം തരുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. ഈ ഒറ്റ സൂറത്ത് ഓതുന്ന മനുഷ്യന് എത്ര പ്രതിഫലം? എത്ര പ്രതിഫലം? 6 പ്രതിഫലം. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഒരു 10 മിനിറ്റ് ഇരിക്കൂലേ ഇൻഷാ അല്ലാഹ്? ഈ 10 മിനിറ്റ് അൽഹംദുലില്ലാ, ഒരു 10 മിനിറ്റ് ഇരിക്ക്. ഈ 6 പ്രതിഫലം ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നാമത്തെ പ്രതിഫലം അർദുൽ ഉംറ എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. കിടന്ന കിടപ്പിൽ കിടന്നു മലമൂത്ര വിസർജനം നടത്തി മക്കളെ പോലും അറിയാത്തൊരവസ്ഥ. അള്ളാഹു കാക്കുമാറാകട്ടെ. റിയാസ് ഉസ്താദാണെന്ന് തോന്നുന്നു, അത് എനിക്ക് മുമ്പ് ആരോ അവരുടെ 25 കൊല്ലമായിട്ട് ഉസ്താദിനെ പഠിപ്പിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞാലായിരുന്നു. ഉസ്താദ് പറഞ്ഞു, 25 വർഷമായി തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞിട്ട് ഖുർആൻ പഠിപ്പിക്കുന്ന തന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനെ കുറിച്ച്. ആ ഉസ്താദിന്റെ പൊരുത്തം അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എടോ, ഈ ഖുർആനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു കൊടുക്കുന്ന വലിയ ഒരു ഭാഗ്യം, ഓർമ്മ എപ്പോഴും ഉണ്ടാകും. ഈ ഉസ്താദന്മാരൊക്കെ മരിക്കുന്ന സമയം അവർ പറയണം, ഞങ്ങൾക്ക് പഠിപ്പിക്കണം, ഞങ്ങൾക്ക് പഠിപ്പിക്കണം. ഇതാ അവരുടെ ചിന്ത. അള്ളാന്റെ ഖുർആനിനെ പാരായണം ചെയ്യുന്നവർക്ക് അള്ളാഹ് കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം, അവരുടെ ബുദ്ധി മറിഞ്ഞു പോകൂല. ഇത് ഭാര്യയാണ്, ഇത് മകനാണ്, ഇത് കൂടപ്പറപ്പാണ്, ഇത് കൂട്ടുകാരനാണ്. മരിക്കുന്ന ദിവസവും ഓർമ്മയുണ്ടാകും, മരിക്കുന്ന ദിവസവും ഓർമ്മയുണ്ടാകും. കുടുംബക്കാർ തന്നെ ആഗ്രഹിക്കാറില്ലേ? സ്വന്തം മക്കൾ തന്നെ ആഗ്രഹിക്കാറില്ലേ വാപ്പ ഒന്ന് മരിക്കാൻ? കിടന്ന് കിടപ്പി കിടന്നു മലമൂത്ര വിസർജനം നടത്തുന്നു ഉസ്താദെ, സങ്കടം വരുന്നു ഉസ്താദെ. എന്താണോ ഹൈറ് നടക്കുന്നത്? ഞാൻ മരണമാണ് ഹൈറെങ്കിൽ നടത്താൻ, മരിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ പറയുന്ന അവസ്ഥ. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്താൽ ഉസ്താദേ ഇന്ന് മുതൽ ഓതുമെന്ന് തീരുമാനമെടുത്ത വാപ്പാ, അള്ളാഹു തരുന്ന പ്രതിഫലമാ പറയുന്നത്. നബി തങ്ങൾ പറയുകയാ, അള്ളാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ വാപ്പാ? അർദുൽ ഉംറ എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. ഒരാളെയും തിരിച്ചറിയാൻ കഴിയാതെ പടച്ചവനെ നിന്റെ കുടുംബക്കാരെ മുഴുവനും നിന്റെ മരണം ആഗ്രഹിക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ. അങ്ങനെ ഒരവസ്ഥ അള്ളാഹു നിനക്ക് തരൂല. പടച്ചവനെ മരിക്കുന്ന ദിവസവും സ്വന്തം കൈകൊണ്ട് ഒതുപെടുത്തിട്ട് നടക്കണ്ടേ വാപ്പാ, നിസ്കരിക്കണ്ടേ പെങ്ങള്, പടച്ചവനെ ഒതുവോടുകൂടി ജീവിക്കണ്ടേ പെങ്ങള്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഇഖ്ലാസ് ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചാ അള്ളാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം നിനക്ക് അള്ളാഹു ഇങ്ങനെ ഒരവസ്ഥ തരൂല. രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? എന്തായാലും നമ്മളെല്ലാവരും ഒരു ദിവസം മരിക്കുമല്ലോ. എപ്പോഴെവിടെ വെച്ച് ഏത് രീതിയിലാണ് മരണം കടന്നു വരുന്നതെന്നറിയില്ലോ. അത് വഅദ് പറയുമ്പോഴാണോ, വഅദ് കേൾക്കുമ്പോഴാണോ, പോകുന്ന വഴിയിലാണോ, വാഹനത്തിനകത്താണോ, പടച്ചവനെ ഹോസ്പിറ്റലിന്റെ ഐസിയുവിലാണോ, പള്ളിക്കകത്താണോ, നിസ്കാരപ്പായിലാണോ, എവിടെ വെച്ചാണ് മരണം നിന്നെ തേടി വരുന്നതെന്ന് എനിക്കും നിങ്ങൾക്കും അറിയില്ലല്ലോ. എപ്പോ വേണമെങ്കിലും മരണം കടന്നു വരുമല്ലോ. എപ്പോഴാണ്
മരണം വരുന്നതെങ്കിലും എവിടെയെങ്കിലും കടന്ന് എങ്ങനെയെങ്കിലും മരിച്ചാ പോരാ. മരിക്കുകയാണെങ്കിൽ എങ്ങനെ മരിക്കണമെന്നറിയോ? അല്ലാഹു പറയുകയാ, വാപ്പാ വെറുതെ മരിച്ചാ പോരാ, പെങ്ങളെ എവിടെയെങ്കിലും കിടന്ന് മരിച്ചാ പോരാ. മരിക്കുകയാണെങ്കിൽ എങ്ങനെ മരിക്കണമെന്നറിയോ? യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മരിക്കുകയാണെങ്കിൽ നിങ്ങൾ മുസ്ലിമായിട്ടേ മരിക്കാവൂ. നിങ്ങൾ ഷഹാദത്ത് കലിമ പറഞ്ഞിട്ടേ മരിക്കാവൂ. ഈമാനോടുകൂടിയേ മരിക്കാവൂ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുമ്പോ, വാപ്പാ ഒരു നല്ല മരണം വേണമെന്ന് ആഗ്രഹിക്കുന്ന പെങ്ങള്, പടച്ചറപ്പേ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ സ്നേഹിക്കാൻ കഴിയോ? നിങ്ങൾക്ക് ഖുർആൻ പാരായണം ചെയ്യാൻ കഴിയുമോ? അല്ലാഹു നിങ്ങൾക്ക് നല്ല മരണം തരും പാപ്പാ. അല്ലാഹു നിനക്ക് ഈമാനുള്ള ഒരു മരണം തരികയോ? വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ശഹീദിനെ പോലെ മരിക്കണ്ടേ? അല്ലാഹുവിന്റെ സ്വർഗം കണ്ടുകൊണ്ട് മരിക്കണ്ടേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കണ്ടേ വാപ്പാ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഖാബിലുൽ അർവാഹ് മലക്ക് അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് നിന്റെ കാലിന്റെ തള്ളവിരൽ മുതൽ റൂഹ് പിടിച്ചു. ആ റൂഹ് നിന്റെ തൊണ്ടക്കുടിയിൽ കൊണ്ടുവരുമ്പോ, ആ തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് വലിച്ചെടുക്കുമ്പോ അല്ലാഹു നന്ന നാവ് കൊണ്ട് ജീവിതത്തിൽ അവസാനമായി പറയേണ്ട വാക്കേതാ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് പറഞ്ഞിട്ട് വേണം മരിക്കാൻ. ഈമാനോട് പണിയണം മരിക്കാൻ. ഈമാനുള്ള ഒരു മരണമാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് അല്ലാഹു പറയുകയാണ്, നിങ്ങൾ എവിടെ കിടന്ന് മരിച്ചാലും നിങ്ങൾ മുസ്ലിമായിട്ടേ മരിക്കാവൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, രണ്ടാമത്തെ പ്രതിഫലം നിനക്ക് ഈമാനുള്ള ഒരു മരണമാ. മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരുപാട് മയ്യത്തുകൾ കണ്ടവരാ. ജീവിതത്തിൽ ഒരുപാട് മയ്യത്ത് കണ്ടവരാണ്. എന്നാൽ ആ കണ്ട മയ്യത്തുകളെ മുഴുവനും ഓർമ്മയില്ല. ഒരുപാട് ജനാസ ഞാനും നിങ്ങളും കണ്ടിട്ടുണ്ട്. പക്ഷേ എല്ലാ ജനാസകളും നമുക്ക് ഓർമ്മയില്ല. എന്നാ ചില മുഖം നമുക്ക് നല്ല ഓർമ്മയുണ്ട്. ചിലരുടെ മുഖം നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മയുണ്ട്. വല്ലാത്ത പ്രകാശമായിരുന്നു അവരുടെ മുഖത്ത്, വല്ലാത്ത പ്രകാശമായിരുന്നു അവരുടെ ചുണ്ടിൽ, വല്ലാത്ത പുഞ്ചിരിയായിരുന്നു. റബ്ബേ, അവരുറങ്ങുന്നത് പോലെ കിടക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ ഓതുന്നവർക്ക് അല്ലാഹു തരുന്ന മൂന്നാമത്തെ പ്രതിഫലം, നിന്റെ മയ്യത്ത് കണ്ടവര് നിന്നെ മറക്കൂല വാപ്പാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതി ജീവിച്ചിരുന്ന നിന്റെ മാതാവ് മരിച്ചു കിടന്നപ്പോ ഉമ്മാടെ മുഖമെന്ന് ഓർത്തു നോക്കൂ. പടച്ചവനെ, അതാ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് വാക്യ ഓതിയ, മുൽക്കോതിയ, സജദ ഓതിയ, പടച്ചവനെ നിന്റെ പ്രിയപ്പെട്ട മാതാവ് മരിച്ചെന്ന് കേട്ട് സങ്കടപ്പെട്ടുകൊണ്ട് റൂമിനകത്തേക്ക് ഓടിച്ചെന്നപ്പോ റൂമിനകത്തു വല്ലാത്ത സുഗന്ധമാ. ഉമ്മാടെ മുഖത്ത് നോക്കുമ്പോ വല്ലാത്ത പ്രകാശമാണ്. പടച്ചവരെ, ഉമ്മ മരിച്ചു കിടന്നപ്പോ മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നു. ഉമ്മാടെ ചുണ്ടില് വല്ലാത്ത പുഞ്ചിരിയായിരുന്നു. പടച്ചറപ്പേ, ഇതുപോലെ ഒരു മരണമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ പാരായണം ചെയ്താൽ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം നിന്റെ ജനാസ കണ്ടവര് മറക്കൂല. എല്ലാവരും പറയും, മരിച്ചാൽ ഇതുപോലെ മരിക്കണം, മരിച്ചാൽ ഇതുപോലെ മരിക്കണം. മയ്യത്ത് കണ്ടവര് പറയുന്ന ഒരു മരണമാ നിനക്ക് വേണ്ടത്. ഇത് മൂന്നാമത്തെ പ്രതിഫലമാ, ഇത് മൂന്നാമത്തെ പ്രതിഫലമാ. നാലാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? പടച്ചവനെ, എല്ലാവരും ഓണ
ഓണത്തിന്റെ ആഘോഷങ്ങളിൽ നടക്കുമ്പോ ഈ വഅദിന്റെ സദസ്സിൽ കടന്നു വന്നിരുന്നിട്ട് ഉസ്താദേ എന്ന് മുതൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഞാൻ കൈകൊണ്ടെടുക്കും, ഉസ്താദേ നിങ്ങൾ പറഞ്ഞ സൂറത്ത് ഞാൻ പാരായണം ചെയ്യും, ഇന്ന് മുതൽ ഇൻഷാ അല്ലാഹ് ആ ഖുർആനിനെ സ്നേഹിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് ഈ സദസ്സിലിരുന്ന് കൊണ്ട് നിയ്യത്ത് ചെയ്ത ചെറുപ്പക്കാരാ, അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? പടച്ചവനെ, ഒരു ദിവസം ഇവിടത്തെ പള്ളിയിൽ നിന്ന് വിളിച്ചു പറയുകയാ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നീ മരിച്ചുപോയി എന്ന് വിളിച്ചു പറയുന്ന ഒരു ദിവസമുണ്ടല്ലോ. അല്ലാഹുവേ, ജനങ്ങൾ മുഴുവനും നിന്റെ വീട്ടിലേക്ക് ഓടുകയാണ്, ടാർപ്പ് കെട്ടുകയാ, കസേര നിരത്തുകയാ, വീടിന്റെ പുറകിൽ ചൂടുവെള്ളം തയ്യാറാക്കുകയാ, എല്ലാവരും നിന്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. പടച്ചവനെ, അവസാനം നിന്റെ ജനാസയെടുത്ത് വീടിന്റെ സൈഡിൽ കൊണ്ടുവന്ന് ഒരുക്കി കിട്ടിരുന്ന സ്ഥലത്ത് മലർത്തി കിടത്തുകയാ, അവിടുന്ന് ചെറിയ ചൂടുള്ള വെള്ളത്തിൽ നിന്നെ കുളിപ്പിക്കുകയാണ്, നഖത്തിനടിയിൽ അഴുക്കുകൾ എടുത്ത് കളയുകയാണ്, നജസ്സുകൾ മുഴുവനും ഒഴിവാക്കുകയാണ്, നിന്റെ മയ്യത്ത് നല്ലതുപോലെ കുളിപ്പിക്കുകയാ, സുഗന്ധമിട്ട വെള്ളം നിന്റെ ശരീരത്ത് പിടിക്കുകയാണ്, പടച്ചവരെ ഒതുപടിപ്പിക്കുകയാ, അവിടുന്ന് നിന്നെ ഒതുപടിപ്പിച്ചു നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കുകയാണ്. എന്നിട്ട് ജീവിതത്തിൽ ഇന്ന് വരും ധരിക്കാത്ത, ഇന്ന് വരെ നീ ധരിച്ചിട്ടില്ലാത്ത വെള്ള തുണിക്കകത്ത് നിന്റെ ജനാസയങ്ങ് പൊതിയുകയാ. എന്നിട്ടതാ മരണ വീട്ടിൽ തടിച്ചുകൂടി നിൽക്കുന്നവരോട് പറയുന്നു, എല്ലാവരും മാറി നിൽക്കൂ, എല്ലാവരും മാറി നിൽക്കൂ, അവിടെ നിന്ന് മാറി നിൽക്കാൻ പറയുകയാണ്. എന്നിട്ട് പടച്ചവരെ, നിന്റെ ജനാസ ചുമന്നുകൊണ്ട് വരികയാ, വീടിനകത്ത് വിരിച്ചിട്ടിരിക്കുന്ന 3 കഷ്ടം വെള്ള തുണിയുടെ മുകളില് നിന്റെ ജനാസ കൊണ്ടുവന്ന് കിടത്തുകയാണ്. പടച്ചവരെ, നീ വിളിക്കാതെ തന്നെ നാട്ടുകാർ മുഴുവനും നിന്റെ വീട്ടിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. പടച്ചവനെ, എല്ലാവരും ഒരുമിച്ച് കൂടി നിൽക്കുമ്പോ ആരോ ചോദിക്കുന്നു, പഞ്ഞി എവിടെ? ആ സുഗന്ധം തേച്ച പഞ്ഞി എവിടെ? എന്തിനാണ് പഞ്ഞി ചോദിക്കുന്നതെന്നറിയോ? നിനക്കുള്ള ദ്വാരമോ പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ, മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ, അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ, പഞ്ഞിയെടുത്ത് നിന്റെ മൂക്കിന്റെ ദ്വാരത്ത് വെക്കുകയാ, എന്നിട്ട് വിളിച്ചു പറയുകയാ, കാണേണ്ടവരൊക്കെ കണ്ടോ, കാണേണ്ടവരൊക്കെ കണ്ടോ, പൊതിയാ പോകുകയാണ്. പടച്ചവനെ, നിന്നെ അവസാനമായിട്ടൊന്ന് കാണാൻ നിന്റെ വീടിനകത്ത് വല്ലാത്ത തിരക്ക് കൂട്ടുകയാ. എല്ലാവരും നിന്നെ അവസാനമായി ഒന്ന് കാണുന്നതിന് വേണ്ടി തിരക്ക് കൂട്ടിയപ്പോ നിന്റെ കുടുംബക്കാര് തന്നെ പറയുന്നു, കണ്ടതൊക്കെ മതി പൊതിയാൻ, കണ്ടതൊക്കെ മതി പൊതിയാൻ. അല്ലാഹുവേ, 3 കഷ്ടം വെള്ള തുണിയിൽ നിന്റെ ജനാസ പൊതിഞ്ഞു. പള്ളിയിൽ നിന്ന് വാഹനം വന്നടോ, മയ്യത്ത് കട്ടില് സന്തൂക്കം എന്ന് പറയുന്ന വാഹനം നിന്റെ വീടിന്റെ മുറ്റത്ത് വന്നല്ലോ, എടുത്തും മലർത്തി കിടത്തുകയാ. ഇനി ചുമക്കാൻ പോകുകയാ, ഇനി ചുമക്കാൻ പോകുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, VVIPകൾ മരിച്ച VVIPകൾ വരുമല്ലോ. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാറ് മരിച്ചപ്പോ തിരുവനന്തപുരം മുതൽ പുതുപ്പള്ളി വരെ പടച്ചവനെ മണിക്കൂറുകളിൽ ലക്ഷക്കണക്കിന് ജനങ്ങള് അവിടെ ആദരവ് കൊടുത്ത് ജനാസ കൊണ്ടുപോയല്ലോ. VVIPകൾ കാണാമെന്നല്ലോ. മോനെ, VVIPകൾ മരിച്ചാൽ അങ്ങനെയാടാ. ഈ നാട്ടുകാർ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ മരിച്ച VVIPകൾ കാണാൻ വരുമെങ്കിലോ എന്റെ പ്രിയപ്പെട്ട പരിശുദ്ധമായ ഖുർആൻ പഠിച്ച 14 ഹാഫിളീങ്ങള് ഇന്ന് സനദ് വാങ്ങിയിട്ടിരിക്കുന്ന മക്കളെ, നിങ്ങളൊക്കെ VVIPകളാ.
കളാടാ, നിങ്ങളൊക്കെ വിവിഐപികളാ. നിങ്ങളൊക്കെ മരിക്കുമ്പോ നിങ്ങളുടെ മയ്യത്ത് ചുമക്കേണ്ടത് കള്ളുകുടിയനല്ല, വ്യഭിചാരിയല്ല, നിസ്കരിക്കാത്തവനല്ല, സിറക്ക് ചെയ്യുന്നവനല്ല, അഹങ്കാരികളല്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിച്ചവർ അള്ളാഹുവിന്റെ ആൾക്കാരാ, അവര് സാധാരണ ആൾക്കാരല്ല. വമൻ കാന യർജൂ ലിഖാ അല്ലാഹ് ഫൽയുക്രിം അഹ്ലല്ലാഹ്. ഖുർആന്റെ അഹ്ലുകാരെന്നറിയോ? അവര് സാധാരണ ആൾക്കാരല്ല, അവര് സാധാരണ ആൾക്കാരല്ല, അവര് ലോക്കലല്ലടോ. അള്ളാഹുവിന്റെ ഖുർആൻ പഠിച്ചവര് അള്ളാഹുവിന്റെ വിവിഐപികളാ. അഹ്ലുൽ ഖുർആൻ ഖാസുല്ലാഹ്, അവർ അള്ളാഹുവിന്റെ പ്രത്യേകമായിട്ടുള്ള ആൾക്കാരാ. ഈ മക്കള് മരിച്ചാ ഇവരുടെ ജനാസ ചുമക്കേണ്ടത് കള്ളുകുടിയനും പെണ്ണുപിടിയനും പലിശ തിന്നുന്നവനും നിസ്കരിക്കാത്തവനുമല്ല. ഇവര് മരിക്കുമ്പോ വിവിഐപികൾ വരുമടോ. ഈ മക്കള് മരിക്കുമ്പോ വിവിഐപികൾ വരുമടോ. അവരാ മയ്യത്ത് ചുമക്കുന്നത്, അവരാ മയ്യത്ത് ചുമക്കുന്നത്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ചെറുപ്പക്കാരാ. മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് പടച്ചവനെ വീടിനകത്തിരുന്ന് പെൺകുട്ടികളും നിന്റെ മരുമക്കളും സീരിയൽ കണ്ടപ്പോ അതേ വീടിന്റെ നിസ്കാര റൂമിനകത്തിരുന്ന് പരിശുദ്ധമായ ഖുർആൻ ഓതിയ ഉമ്മ, നിന്റെ ജനാസ ചുമക്കാൻ വിവിഐപി വരും ഉമ്മ. ആരാ വിവിഐപികളെന്നറിയോ? അള്ളാഹുവിന്റെ സൈന്യം വരികയാ. നീ അള്ളാഹുവിന്റെ അടുത്ത ആളല്ലേ? നീ അള്ളാഹുവിന്റെ വിവിഐപി അല്ലേ? അള്ളാഹു ഇഷ്ടപ്പെട്ടവനല്ലേ? അതുകൊണ്ട് നിന്റെ ജനാസ ചുമക്കാ. ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുമറൂൻ. അള്ളാഹുവിന്റെ കൽപ്പനകൾ മാത്രം അനുസരിച്ച് ജീവിക്കുന്നോ, ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം പറയാത്ത, പാപം കാണാത്ത അള്ളാഹുവിന്റെ മലക്കുകൾ വരുമടാ ചെറുപ്പക്കാരാ. നിന്റെ ജനാസ ചുമക്കാ. ചില ജനാസ ചുമക്കുമ്പോ ഭാരമില്ലടോ, ചില മയ്യത്ത് ചുമക്കുമ്പോ ഭാരമില്ല. ജനങ്ങൾ ചോദിക്കുന്നു ഞങ്ങൾ ചുമക്കട്ടെ? വേണ്ട വേണ്ട വേണ്ട. കാരണം ചിലരുടെ ജനാസയ്ക്ക് ഭാരമില്ല, ചിലരുടെ ജനാസയ്ക്ക് വല്ലാത്ത ഭാരമാ. ഖുർആനെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കുന്ന ഉമ്മമാര്, മക്കളെ ഹാഫിളീങ്ങളാക്കിയ ഉമ്മമാര്, നിങ്ങളുടെ പൊന്നുമോന്റെ പ്രതിഫലമാ. നിങ്ങളുടെ പൊന്നാര മകന് പടച്ച റബ്ബി കൊടുക്കുന്ന പദവിയാ. അള്ളാഹുവിന്റെ ഖുർആനിനെ സ്നേഹിക്കുന്നവന് റബ്ബ് കൊടുക്കുന്ന സ്ഥാനമാ. ഇത് നാലാമത്തെ പ്രതിഫലമാടോ, ഇത് നാലാമത്തെ പ്രതിഫലമാടോ. ഇനി അഞ്ചാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? ഒരാളെ കരയിപ്പിക്കണം ചെറുപ്പക്കാരാ. എന്റെ ഉപ്പമാരോട് പറയുകയാ, വാപ്പാ നീ മരിച്ച നിന്റെ വീടിനകത്ത് നിന്റെ ഭാര്യയും നിന്റെ മക്കളും നിന്റെ കൂടപ്പറപ്പും നിന്റെ കുടുംബക്കാരും നിന്റെ കൂട്ടുകാരും എല്ലാവരും കരയുമല്ലോ. കരയിപ്പിക്കേണ്ടത് അവരെയല്ല, പിന്നെ ആരാ കരയേണ്ടതെന്നറിയോ? നിനക്ക് കബറ കുടിക്കുന്ന മനുഷ്യനെ കരയണം വാപ്പാ. നിനക്ക് കബറ കുടിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവന് വീട്ടിലേക്ക് ചെല്ലുമ്പോ ഭാര്യയോട് പറയണമെന്ന് എളുപ്പമായിരുന്നു. ഇന്ന് കബറിന്റെ പണി എളുപ്പത്തിൽ തീർന്നു, അൽഹംദുലില്ലാ. ഒരു വല്ലാത്ത ആനന്ദമായിരുന്നു എന്ന് പ്രിയപ്പെട്ട ഭാര്യയോട് പറയുന്ന രീതിയിൽ ആ കബറ കുഴിക്കുന്നവനെ കൊണ്ട് പറയിപ്പിക്കണം ചെറുപ്പക്കാരാ. വെറുതെ പറഞ്ഞതല്ല, ഞാൻ വെറുതെ പറഞ്ഞതല്ല. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയാണ് മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു. സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാർ, സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാർ, ആ ചെറുപ്പക്കാരൻ മരിച്ചപ്പോ ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ പടച്ച റബ്ബിന്റെ സിംഹാസനം കുലുങ്ങുകയാ. സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർശ് പോലും അവിടെ നിന്ന് കുലുങ്ങുകയാണ്. സഅദിന്റെ മുഖം കണ്ടവര് ചോദിക്കുന്നു, എന്തൊരു പ്രകാശമാടാ സഅദേ, എന്തൊരു ചിരിയാ സഅദ്. സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഖത്ത് വല്ലാത്ത പ്രകാശവും ചുണ്ടില് പുഞ്ചിരിയുമായിരുന്നു. പടച്ച റബ്ബേ, സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ മയ്യത്ത് കട്ടിലിൽ എടുത്തു വെച്ചു. ചുമന്നു കൊണ്ടു പോകുമ്പോ സ്വഹാബികൾ പരസ്പരം പറയുന്നു, ഭാരമില്ല, മയ്യത്തിന് ഭാരമില്ല, മയ്യത്തിന് ഭാരമില്ല. അവർ പരസ്പരം പറയുകയാണ്. സ്വഹാബികൾ നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് തള്ളവിരൽ കുത്തിയിട്ട് നബിതങ്ങൾ നടന്നു പോവുകയാണ്. കാലിന്റെ തള്ളവിരൽ കുത്തിയിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നടക്കുകയാണ്. സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, എന്തു പറ്റി നബിയേ, അവിടുന്ന് തള്ളവിരൽ കുത്തിയിട്ട് നടന്നു പോകുന്നല്ലോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി, സ്വഹാബാ, നടക്കാ സ്ഥലമില്ല സ്വഹാബാ, കാലുകുത്താ സ്ഥലമില്ല. 70,000 മലക്കുകൾ ഇറങ്ങി വന്നു. ആകാശ ലോകത്ത് നിന്ന് 70,000 മലക്കുകൾ ഇറങ്ങി വന്നു. നടക്കാ സ്ഥലമില്ലായിരുന്നു. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, സഅദ് തങ്ങൾക്ക് ഖബറ് കുഴിക്കുമ്പോ മണ്ണിന് വല്ലാത്ത സുഗന്ധമാ, മണ്ണിന് പോലും സുഗന്ധമാണ്. പടച്ചറപ്പേ, ആ മനുഷ്യൻ ആരും കാണാതെ ഒരു പിടി മണ്ണ് വാരി തന്റെ മടിയിൽ വെക്കുകയാണ്. അവസാനം ഖബറടക്കിയിട്ട് തന്റെ വീട്ടിലേക്ക് ചെന്നു. ആ വാരിയ മണ്ണെടുത്തുകൊണ്ട് സൂക്ഷിച്ചു വെക്കുകയാ. രാത്രിയാകുമ്പോ വീടിനകത്ത് വല്ലാത്ത സുഗന്ധമാ. എവിടെ നിന്നാല്ലോ, എവിടെ നിന്നാല്ലോ സുഗന്ധമടിക്കുന്നത് എവിടെയാണെന്ന് തിരയുകയാണ്. അവസാനം ആ മനുഷ്യൻ ചെന്ന് നോക്കുമ്പോ സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബറിനകത്ത് നിന്ന് വാരിക്കൊണ്ടുവന്ന മണ്ണുണ്ടല്ലോ, അത് കസ്തൂരിയെ പോലെ സുഗന്ധമുള്ളതാവുകയാണ്. പടച്ച റബ്ബേ, അവിടെ നിന്ന് ചോദിക്കുന്നു, സഅദേ, ഈ ഖബർ കുഴിച്ച മനുഷ്യന് സഅദ് തങ്ങളെ സ്വപ്നം കണ്ടപ്പോ അവിടെ നിന്ന് ചോദിച്ചു, സഅദേ, എങ്ങനെയാ സഅദേ, ഈ പ്രതിഫലം എങ്ങനെയാണ് നിനക്ക് കിട്ടിയത്? എന്ത് നന്മ ചെയ്തതിന്റെ പേരിലാണ്? സഅദ് തങ്ങൾ പറയുകയാ, ഞാൻ അല്ലാഹുവിന്റെ ഖുർആനിനെ സ്നേഹിച്ചു, സുന്നത്ത് നോമ്പിനെ സ്നേഹിച്ചു, അതിന് പകരം എന്റെ റബ്ബെനിക്ക് തന്ന പ്രതിഫലമാ എന്ന് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ, അഞ്ചാമത്തെ പ്രതിഫലമാടോ, അഞ്ചാമത്തെ പ്രതിഫലമാടോ. ഇനി ആറാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? ആറാമത്തെ പ്രതിഫലം എന്താ? من قرأ قل هو الله أحد حتى يختمها 10 مرات بنى الله له قصرا في الجنة. ഏതെങ്കിലും ഒരു മനുഷ്യൻ അല്ലാഹുവേ സൂറത്തുൽ ഇഖ്ലാസ് 10 പ്രാവശ്യം പാരായണം ചെയ്താൽ, 10 വട്ടം നിങ്ങൾ ആരെങ്കിലും ഈ സൂറത്ത് ഓതിയാ, ബനല്ലാഹു ലഹു ഖസുറൻ ഫിൽ ജന്ന, അല്ലാഹു നിനക്ക് സ്വർഗ്ഗത്തിൽ ഒരു വീട് പണിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, സമാധാനമുള്ള ജീവിതം വേണോ? ആ പഴയ സന്തോഷം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരണോ? അൽഹംദുലില്ലാഹ്, നിന്റെ വീട് സ്വർഗ്ഗമാകണോ? നിന്റെ വീട് സ്വർഗ്ഗമാകണോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് പാരായണം ചെയ്യൂ. അതിന്റെ മുകളിലിരിക്കുന്ന പൊടി തുടച്ചു കളയൂ.
എല്ലാ ദിവസവും ആ ഖുർആൻ എടുത്തു വെച്ച് ഒരായത്തെങ്കിലും ഓതുവാപ്പാ. സമയമില്ലെങ്കിൽ ഭാര്യയോടും മക്കളോടും നിർബന്ധമായിട്ട് പറയണം, അല്ലാഹുവിന്റെ ഖുർആനിന്റെ കണ്ണുനീര് നമ്മുടെ വീടിനകത്ത് വീടരുത്, അത് പാരായണം ചെയ്യണം. അൽഹംദുലില്ലാഹ്, നമ്മുടെ വീട് ഒരു ഹാഫിളുള്ള വീടാകണം, ഒരു ഹാഫിളുള്ള വീടാകണം നമ്മുടെ വീട്. അപ്പോഴാണ് നമുക്ക് ഈ സന്തോഷം കിട്ടുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ കളിക്കാറുള്ളതല്ല, അത് നിസ്സാരമാക്കാനുള്ളതല്ല. ആ ആയത്തുകൾ കേട്ടാ പരിഗണിക്കണേ. ഇല്ലാത്തവന് അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ, അവന്റെ ഹൃദയത്തിനകത്തേക്ക് വൈന തദഊഹും ഇലാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, അവന്റെ ഹൃദയത്തിനകത്തേക്ക് ഈമാനിന്റെ വെളിച്ചം കേറൂല, ഹിദായത്തിന്റെ വെളിച്ചം കേറൂല. രണ്ടാമത്തെ ശിക്ഷ, ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂ, ഭയാനകമായ ശിക്ഷ അല്ലാഹു അവന് വേണ്ടി തയ്യാറാക്കി വച്ചിരിക്കുകയാ. മൂന്നാമത്തെ ശിക്ഷ എന്തെന്നറിയോ, വമൻ അറള അൻ ദിക്രി ഫഇന്ന ലഹു മഈസതൻ ലൻകാ, ദുനിയാവിലെ ജീവിതം അല്ലാഹു ഇടുക്കമാക്കും പെങ്ങളെ. നിന്റെ നാവ് കൊണ്ട് പറയും മരിച്ചാ മതിയെന്ന്, ഉസ്താദേ മക്കളെ ഓർത്തിട്ടാ, ഇല്ലെങ്കിൽ ഞാൻ എന്നെ മരിച്ചു പോയേന് എന്ന് പറയുന്നൊരവസ്ഥ എത്തിയതിന്റെ കാരണം പഠിക്കു പെങ്ങളെ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന ദുനിയാവ് മാത്രമല്ല, ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസം അല്ലാഹു അന്ധനാക്കുകയാ. കണ്ണ് കാണൂല, ചെവി കേൾക്കൂല, നാണം കെട്ടവനെ പോലെ അല്ലാഹു പരലോകത്ത് നിന്നെ കൊണ്ടുവരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവേ, നിന്റെ ഖുർആനിനെ ആദരിച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഖുർആനിനെ സ്നേഹിക്ക്, ഖുർആനിനെ ആദരിക്ക്. അൽഹംദുലില്ലാഹ്, നിങ്ങളുടെ നാടിന്റെ വെളിച്ചമായി, നിങ്ങളുടെ നാടിന്റെ ഐശ്വര്യമായി അൽഹംദുലില്ലാഹ് 25ഓളം വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് പഠിക്കുന്നു. ഞാൻ വരുമ്പോൾ വലിയ വലിയ ഉസ്താദന്മാര് ഇവിടെ നിൽക്കുന്നു. അപ്പോൾ പറഞ്ഞു, ഉസ്താദെ ഞാൻ ഇവിടുത്തെ ആദ്യത്തെ ഹാഫിള. അൽഹംദുലില്ലാഹ്, പത്തനാപുരം മാലൂര് ജോലി ചെയ്യുന്ന ഒരു ഉസ്താദ് പറഞ്ഞു, എനിക്ക് തന്നെ അത്ഭുതം,